അപ്പോൾ എന്താ നമ്മുടെ പുതിയ വാട്സപ്പ് റെഡി ആയിട്ടുണ്ട്. ഹാക്കർലാറ്റിക്കിൻ്റെ വെർഷൻ 48 എന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വാട്സപ്പ് എടുത്ത് നോക്കാം. അപ്പോൾ എന്താണ് ഞാൻ 3 പാക്കേജസ് ഇപ്രാവശ്യം ആഡ് ചെയ്തേക്കാം. com.gb, com.io, com.fm നമുക്ക് 3 പാക്കേജസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നല്ലൊരു അടിപൊളി തീമാണ് കൊടുത്തേക്കുന്നത്. അപ്പം റെഡ് തീമാണ് വന്നേക്കുന്നത്. അപ്പം എന്താണ് ഒരു അടിപൊളി വാട്സപ്പാണ്. നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് നേരെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പം എന്താണ് നമുക്ക് സൈഡിൽ ആദ്യമേ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയ ബ്രൗസർ സൈഡിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം എന്താണ് നമ്മുടെ സൈഡിൽ നമുക്ക് അടിയിൽ ഓപ്ഷൻസ് എടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് ഫേസ്ബുക്ക് വരുന്നുണ്ട്, ഗൂഗിൾ, പിന്നെ യൂട്യൂബ് തന്നെ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ടിക്ടോക്ക്. അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഗൈസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് യൂസ് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എടുത്ത് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം ജസ്റ്റ് നമുക്ക് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. അപ്പം നമ്മുടെ സൈഡിൽ എന്താണ് നമ്മുടെ 4 ഡോട്ട് വരുന്നുണ്ട്. അപ്പം 4 ഡോട്ടിൻ്റെ അകത്ത് നമുക്ക് സൈഡിൽ ആൻറ്റിവൈറസ്, ഹോം മോഡ്, സ്റ്റൈലിഷ് ടെസ്റ്റ്, പിന്നെ നമ്പർ ലിങ്ക് ജനറേറ്റർ, പിന്നെ ടെക്സ്റ്റ് റിപ്പീറ്റർ, കാൽക്കുലേറ്റർ, MP4 to MP3 കൺവേർട്ടർ, പിന്നെ 8 ഗെയിംസ് വരുന്നുണ്ട്, പിന്നെ സെറ്റിങ്സ്, പിന്നെ നമ്മുടെ എന്താണ് വാട്ടർ ഡ്രോപ്സ്, പിന്നെ നമ്മുടെ ലീവ്സിൻ്റെ ഡ്രോപ്സ്, പിന്നെ ഫ്ലവർ ആനിം, ഫെതേഴ്സിൻ്റെ ആനിം, പിന്നെ ടണ്ടർ ആനിം, ബബിൾ ലൈറ്റ്, പിന്നെ നമ്മുടെ എന്താണ് ഡിസ്കോ ലൈറ്റ്, പിന്നെ ക്രാഷ് ഡിസ്പ്ലേ, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഓരോന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ എന്താണ് നമ്മുടെ ക്രാഷ് ഡിസ്പ്ലേ അപ്പോൾ സൈഡിൽ നിങ്ങൾ കാണാം കേസ്. അപ്പോൾ ക്രാഷ് ഡിസ്പ്ലേ വരുന്നത്, പിന്നെ ഡിസ്കോ ലൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്, പിന്നെ അതുപോലെ ബബിൾ ലൈറ്റ്, അപ്പോൾ പിന്നെ ടണ്ടർ ആനിം നമുക്ക് ഇവിടെ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ എന്താണ് ഫ്ലവേഴ്സിൻ്റെ ആനിം വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഫെദർ ആനിമ, പിന്നെ നമുക്ക് എന്താണ് ലീവ്സിൻ്റെ ആനിം അതും വരുന്നുണ്ട്, പിന്നെ നമുക്ക് ആദ്യത്തെ നമ്മുടെ വാട്ടർ ഡ്രോപ്സിൻ്റെ ആനിമേഷൻ നമുക്ക് സൈഡിൽ കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാവുന്ന രീതിയിലാണ് വരുന്നത്. അപ്പം അത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടി വേണമെങ്കിൽ 8 ഗെയിംസ് വരുന്നുണ്ട്. അപ്പം 8 ഗെയിംസ് നമുക്ക് ജസ്റ്റ് നെറ്റ് വേണമെങ്കിൽ നമുക്ക് സബ്വേ സർഫസ്, സ്റ്റിംഗ്മാൻ ഫൈറ്റർ, ഡബിൾ ഷൂട്ടർ, പിന്നെ നമ്മുടെ അഡ്വഞ്ചർ ഡ്രൈവർ, ടിക് ടാക് ടിയോ, പിന്നെ ഗ്രാൻഡ് പിക്സ്, ഹീറോ, ക്ലാഷ് ഓഫ് ടാങ്ക്സ്, പിന്നെ ലെവലി പ്രിൻസസ്, അങ്ങനത്തെ 8 ഗെയിംസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്ക് അടിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് MP4 to MP3 കൺവേർട്ടർ, നമുക്ക് സെലക്ട് വീഡിയോ കൺവേർട്ട് ചെയ്യാൻ MP3 കൊടുക്കുകയാണെങ്കിൽ വീഡിയോസ് MP3 കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് കാൽക്കുലേറ്റർ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കാൽക്കുലേറ്റർ നമുക്ക് ഇപ്പോൾ കവറിങ്ങാണ്. അപ്പം എന്താണ് നമുക്ക് ജസ്റ്റ് ഇവിടെ തന്നെ കാൽക്കുലേറ്റർ പോലത്തുള്ള ആപ്പുകളിലേക്ക് ആക്സസ് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ബാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് റിപ്പീറ്റർ വരുന്നുണ്ട്. അപ്പം എന്താണ് നമ്മുടെ നോർമൽ ടെക്സ്റ്റ് റിപ്പീറ്ററാണ്. അപ്പോൾ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ടെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്പർ ലിങ്ക് ജനറേറ്റർ, നമ്മൾ ഏതെങ്കിലും നമ്പർ അടിച്ച് കൊടുക്കുന്നതിൻ്റെ ലിങ്ക് നമുക്ക് ജനറേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സ്റ്റൈലിഷ് ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പം എന്താണ് നമ്മുടെ എത്ര പലതരം നമുക്ക് സ്റ്റൈലിഷ് ടെസ്റ്റുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ വേണ്ട ഏതാണെന്നൊക്കെ വെച്ച് യൂസ് ചെയ്യാട്ടോ. അപ്പം എല്ലാ കാര്യങ്ങളും കവറിങ്ങായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ആൻറ്റിവൈറസ് മോഡ്സ് അപ്പം അത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പം എന്താണ് നമുക്ക് പിന്നെ ആഡ് അക്കൗണ്ട് നമുക്ക് മേടി തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആഡ് അക്കൗണ്ട് വേണ്ട ഒരു ആഡ് അക്കൗണ്ട് എടുക്കുക. പിന്നെ നമ്മുടെ എയർപ്ലെയിൻ മോഡ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഗോസ്റ്റ് മോഡ് നമ്മുടെ വെർഷൻസിലെല്ലാം എനേബിൾ ആയിട്ടുള്ള ഗോസ്റ്റ് മോഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് പ്രൊഫൈൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രൊഫൈൽ ടാപ്പിൽ നേരെ പോകുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ സാധിക്കും. അപ്പം പ്രൊഫൈലിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്താണ് യൂസർ നെയിമിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് അത്രയ്ക്ക് വർക്കിംഗ് അല്ല, എന്നാലും യൂസർ നെയിം അതോടെ തന്നെ എനേബിൾ ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് സ്റ്റാർട്ട് മെസ്സേജ്, ലിങ്ക് ഡിവൈസ്, പേയ്മെൻറ്റ്, പിന്നെ അക്കൗണ്ടിൻ്റെ അകത്ത് നമ്മുടെ ഇമെയിൽ വെരിഫിക്കേഷൻ, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ്, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് നമുക്ക് വർക്ക് ചെയ്യണം. അപ്പം നമ്മുടെ ആപ്പിൻ്റെ വെർഷൻ എന്ന് പറയുന്നത് 2.23.21.88 ആണ്. അപ്പം അതിൻ്റെ പുതിയ വെർഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡിൽ 3 ഡോട്ട്സ് ഉണ്ട്. 3 ഡോട്ട്സിൽ നമ്മുടെ മെസ്സേജ് ഷെഡ്യൂളർ ഉണ്ട്, ഓട്ടോ റിപ്ലൈ ഉണ്ട്, മെസ്സേജ് നമ്പർ, മാസ് മെസ്സേജ് സെൻറ്റർ, പിന്നെ സെറ്റിങ്സ്. അപ്പം ഹാക്കർലാറ്റിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആദ്യം കിടപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പ്രൈവസി സെക്യൂരിറ്റിയിലേക്ക് പോകുന്നേക്കും. പ്രൈവസി സെക്യൂരിറ്റി എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഓൾ ആൻറ്റിവൈറസ് ബട്ടൺസ് എടുപ്പുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ആൻറ്റിവൈറസ് ബട്ടൺ എടുക്കുകയാണെങ്കിൽ ആൻറ്റി ഹോം ലാഗ്, ഓൺ ഓഫ് ഫാസ്റ്റ് സ്ക്രോൾ വൈറസ്, പിക്ചർ വൈറസ്, പിന്നെ ലൊക്കേഷൻ വൈറസ്, പിന്നെ നമ്മുടെ കോൾ ബഗ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം കോൾ ബഗ് ഇവിടെയാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പം ജസ്റ്റ് ഇവിടെ ഇടയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ എന്തായാലും വൈറസ് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ കോൾ ബഗ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ് വൈറസ് ഉണ്ട്, കാറ്റലോഗ് വൈറസ്, കോൺടാക്റ്റ് വൈറസ്, ലിങ്ക് വൈറസ്, മീഡിയ വൈറസ്, മെൻഷൻ വൈറസ്, റീഡ് മോർ, വെബ് പേജ് വൈറസ്, ചാറ്റ് വൈറസ്, നോവോലോക്ക്, ഇമ്മ്യൂൺ, റിമൂവ് ബോട്ട് ക്രാഷ്, പിന്നെ ഫിക്സ് ബഗ് ബോട്ട് 3, ഫിക്സ് ബഗ് ബോട്ട് റോളി, പിന്നെ പേയ്മെൻറ്റ് ഇമ്മ്യൂണ്, പിന്നെ എന്താണ് പേയ്മെൻറ്റ് മെത്തേഡ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്ട്രാ ബട്ടൺസ് നോക്കുകയാണെങ്കിൽ സെലക്ട് ഓൾ ഇവിടെ വരുന്നുണ്ട്, പിന്നെ സെൻഡ് ഇമേജസ് ഇൻ ഫുൾ റെസൊല്യൂഷൻ, ഹൈഡ് സെക്കൻഡ് ടിക്ക്, ഫേക്ക് ചാറ്റ് ഒഫീഷ്യൽ, ഫേക്ക് ചാറ്റ് ഇവിടെ വരുന്നത് വേണ്ടവർക്ക് ഓൺ ആക്കിയത്. പിന്നെ ഓൺലി 1 ക്ലിക്ക് ഡിസ്മിസ്, റിമൂവ് ഓൾ പാർട്ടിസിപ്പൻസ്, ഓട്ടോ ഫോർവേഡ് മെനി ടൈംസ്, ഫേക്ക് അഡ്മിൻ, 1 ക്ലിക്ക് ഡിസ്മിസ് ഓൾ അഡ്മിന്, പിന്നെ വെരിഫൈ ടിക്ക് ഓൺ ഓഫ്, ഇമേജ് ബ്ലോക്ക്, ഓൺലി റിസീവ് മെസ്സേജസ്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വോയിസ് ഡ്യൂറേഷൻ നമുക്ക് എന്താണ് നമുക്ക് 7 കൊടുത്താലും വോയിസ് ഡ്യൂറേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ മീഡിയ പാക്ക്, പിന്നെ എനേബിൾ വീഡിയോ പ്ലെയർ, എക്സ്റ്റേണൽ വീഡിയോ പ്ലെയർ വേണമെങ്കിൽ നമുക്ക് ഇത് എനേബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ സെൻഡ് ഇമേജസ് ഇൻ ഫുൾ റെസൊല്യൂഷൻ, ഇമേജ് ഷെയർ ലിമിറ്റ് ഡിസേബിൾ ചെയ്യാം, ഡോക്യുമെൻറ്റ് ഷെയർ ലിമിറ്റ് ഡിസേബിൾ ചെയ്യാം, പിന്നെ ഇമേജസും നമ്മുടെ ഓഡിയോസും വീഡിയോയും നമുക്ക് ഇച്ചിരി കൂടി സൈസ് കൂടി നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ സെറ്റിങ്ങിൻ്റെ അകത്ത് കോൺടാക്റ്റ് ഓൺലൈൻ ടോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ പ്രൊഫൈൽ പിക്കിൻ്റെ ടോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് എന്താണ് വീഡിയോ സ്റ്റോറിയുടെ ടോസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 ടോസ്റ്റുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ 3 ഹോം എഫക്റ്റുകൾ, 3D എഫക്റ്റ് ഇത് ഗൈസ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം വേണ്ടവരൊക്കെ ജസ്റ്റ് എടുത്ത് ഓൺ ആക്കിയത്. അപ്പം 3D എഫക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് ലിസ്റ്റ് ഹോം എഫക്റ്റ്. അപ്പം നിങ്ങൾക്കത് വേണമെങ്കിൽ വേണ്ടതൊക്കെ പോലെ തന്നെ ലിസ്റ്റ് ഓൺ ആക്കിയിടുവാണെങ്കിൽ നമുക്ക് അടിപൊളി ഹോം എഫക്റ്റുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് എല്ലാം എടുത്ത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് ഗൈസ്. പിന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക്
എന്നാണ് നമ്മുടെ സ്നോ എഫക്റ്റ് ഹോം സ്ക്രീനിലുണ്ട്, പിന്നെ കോൺവെർസേഷൻ സ്ക്രീനിലുണ്ട്. അപ്പം വേണ്ടവരാണെങ്കിൽ ഓണാക്കിയിട്ട് ഞാനിപ്പം ജസ്റ്റ് ഓഫാക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൈവസിക്കകത്ത് ഫ്രീസ് ലാസ്റ്റ് സീൻ ഉണ്ട്, ആൻറ്റി വ്യൂവൻസ് ഉണ്ട്, ഡിസേബിൾ ഫോർവേഡ് ഉണ്ട്, യു ക്യാൻ കോൾ മീ, കസ്റ്റം പ്രൈവസി, ഹൈഡ് വ്യൂ സ്റ്റാറ്റസ്, ആൻറ്റി ഡിലീറ്റ് മെസ്സേജ്, ഷോ ബ്ലൂടൂത്ത് ആഫ്റ്റർ റിപ്ലൈ, പിന്നെ നമ്മുടെ കോൺടാക്റ്റ് ഗ്രൂപ്പിൻ്റെ ഒക്കെ പ്രൈവസികൾ, പിന്നെ നമുക്ക് നോർമലായിട്ടുണ്ട് നമ്മുടെ വാട്സപ്പിൻ്റെ ലോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ തീംസ്, നോർമൽ തീംസ് ആഡഡ് ആണ്, പിന്നെ ലൈറ്റ് മോഡ് ഡാർക്ക് മോഡ് നിങ്ങൾക്ക് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പം ജസ്റ്റ് അതെടുത്ത് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ യൂണിവേഴ്സലിൻ്റെ നമുക്ക് നോർമൽ ഓപ്ഷൻസും കോൺവെർസേഷൻ്റെ കാർഡ്സ് മൾട്ടി കാർഡ്സ് ആണെങ്കിൽ ഇവിടെ ഓണാക്കിയാൽ, പിന്നെ ഇൻക്രീസ് ഫോർവേഡ് ലിമിറ്റ്, ഡിസേബിൾ സ്വൈപ്പ് ടു എക്സിറ്റ് കോൺവെർസേഷൻ, പിന്നെ ഇമേജസ് സെൻഡ് ഫുൾ റെസൊല്യൂഷൻ, പിന്നെ ഡിസേബിൾ ഇമേജ് ലിമിറ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ്, ട്രാൻസ്ലേറ്റ് ഓപ്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ടൈറ്റാനിയം ബാക്കപ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഹൈഡ് വീഡിയോ ഫ്രം ഗാലറി, സ്റ്റൈൽസ്, ലുക്സ്, പിന്നെ നോർമലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഹോം സ്ക്രീൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺഫേം ഫോർ സെൻഡിങ് സ്റ്റാറ്റസ്, ഹൈഡ് ചാറ്റ്സ് ഡിവൈഡർ, പിന്നെ ഫ്രീക്വൻറ്റ് കോൺടാക്ട്, അതർ കോൺടാക്ട്, റീസെൻറ്റ് ചാറ്റ്സിൻ്റെ നമ്മുടെ ഓപ്ഷൻസ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കോൺവെർസേഷൻ സ്ക്രീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ബോംബ്, നമ്മുടെ എന്താണ് സ്പാം സെൻറ്റർ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവരായിട്ട് എടുത്തിരിക്കുക. പിന്നെ മോർ ഓപ്ഷൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ്, പിന്നെ ഗ്രൂപ്പ് അഡ്മിൻ, ഇൻഡിക്കേറ്റർ, ഹൈഡ്, മെസ്സേജ് ട്രാൻസ്ലേഷൻ അയക്കണം, പിന്നെ കൺഫേം സെൻഡിങ് സ്റ്റിക്കർ, പിന്നെ അറ്റാച്ച്മെൻറ്റ് പിക്കർ, UI, പിന്നെ എനേബിൾ പ്രോക്സിമിറ്റി സെൻസർ, ഡിസേബിൾ ഔട്ട്പുട്ട് സ്വിച്ചിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നോർമൽ വിഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് നോക്കുകയാണെങ്കിൽ. പിന്നെ അപ്ഡേറ്റ് ഒന്നുമില്ല, നമ്മുടെ ന്യൂ ബേസ് ആണ്, പിന്നെ ബോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ്. പിന്നെ ബാക്ക് നോക്കുക നമ്മുടെ കോൺവെർസേഷൻ സ്ക്രീൻ, അപ്പോൾ ലാഗൊന്നും ഇല്ലാണ്ട് ഒരു ജസ്റ്റ് റിഫ്രഷ് പോയിട്ടാണ് നമുക്ക് നേരെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ കോൺവെർസേഷൻ സ്ക്രീൻ ടെസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്പാം സെൻറ്റർ ഏറ്റവും പുതിയ സ്പാം സെൻറ്റർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ 4 തരം ഉണ്ട്. അപ്പം എല്ലാവരും സൂക്ഷിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ അത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ബൂം ടെസ്റ്റ് എന്താണ് നമുക്ക് ബൂം ടെസ്റ്റ് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ബൂം എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൂം ടെസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സെലക്ടോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് സെലക്ടോൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സെലക്ടോൾ വർക്കിംഗ് ആണ് കേസ്. അപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ സെലക്ടോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ജസ്റ്റ് അവിടെ വേണ്ടതൊക്കെ സെലക്ട് ആയി വരുന്നതായിരിക്കും. പിന്നെ എന്താണ് ബാക്ക് കൊടുത്തിട്ട് നമുക്ക് സൈഡിൽ നമ്മുടെ കസ്റ്റം പ്രൈവസിയിലേക്ക് പോകുന്ന ഓപ്ഷൻ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ മേളിൽ റീഡ് ഓൾ കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് നമുക്ക് വോയിസ് നോട്ട്, നമ്മുടെ ട്രാൻസ്ലേഷൻ, മെസ്സേജ് ട്രാൻസ്ലേഷൻ ജസ്റ്റ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ വോയിസ് നോട്ട് ജസ്റ്റ് കാണിച്ചിരുന്ന സമയം വോയിസ് നോട്ട് എന്താണ് വോയിസ് നോട്ട് അല്ലെങ്കിൽ ഓഡിയോ ആണെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ വോയിസ് നോട്ടാണെങ്കിൽ വേണ്ടി വോയിസ് നോട്ട് നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ സൈഡിൽ തന്നെ നമുക്ക് വാൾപേപ്പർ, പിന്നെ അങ്ങനത്തെ ഓപ്ഷൻസ്, ആഡ് ടു കോൺടാക്ട്സ്, സെർച്ച്, മ്യൂട്ട്, നോട്ടിഫിക്കേഷൻ, ഡയറക്റ്റ് കോൺടാക്റ്റിംഗ്, വോയിസ് ചേഞ്ചർ, അങ്ങനത്തെ ഓപ്ഷൻസും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് കസ്റ്റം പ്രൈവസി, നമുക്ക് കസ്റ്റം പ്രൈവസി കിട്ടുന്നുണ്ട്. ഹൈഡ് ബ്ലൂ ടിക്ക്, ഹൈഡ് സെക്കൻഡ് ടിക്ക്, ഹൈഡ് ബ്ലൂ മൈക്രോഫോൺ, ഹൈഡ് ടൈപ്പിംഗ്, ഹൈഡ് വ്യൂ സ്റ്റാറ്റസ്, ആൻറ്റി ഡിലീറ്റ് മെസ്സേജ്, എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. വേണ്ടവരൊക്കെ എനേബിൾ ആക്കിയിട്ട്. പിന്നെ വീഡിയോ ഓട്ടോ ഡൗൺലോഡ് ഏതൊക്കെയാണ് നമുക്ക് ഓട്ടോ ഡൗൺലോഡ് ആയിട്ട് വേണ്ടത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ കസ്റ്റം നോട്ടിഫിക്കേഷൻ, മ്യൂട്ട് നോട്ടിഫിക്കേഷൻ, മീഡിയ വിസിബിലിറ്റി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ഓഡിയോ വേണ്ടി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. നമ്മുടെ സ്ക്രോളിംഗ് എഫക്റ്റുകളൊക്കെ അടിപൊളിയായിട്ട് വർക്കിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേസ്. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി വന്നെങ്കിൽ അപ്പം നമ്മുടെ ഇത്രയൊക്കെയുള്ള വാട്സപ്പും എല്ലാ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മുടെ ചാനൽ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ വേണ്ടവരൊക്കെ ചാനൽ ക്രിയേറ്റ് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് ഒക്കെ വർക്കിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു അടിപൊളി വാട്സപ്പാണ്. അപ്പം എല്ലാവരുടെ അടുത്ത് യൂസ് ചെയ്യുക കേസ്. ഓക്കെ.